ഞാനുണ്ടല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതാ ഞാൻ ഫുട്ബോൾ കളി കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഒരിക്കലും മാൻ യുണൈറ്റഡ് വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് ഫേവറേറ്റ് ആയി പോകുമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് മാൻ യുണൈറ്റഡിനേക്കാളും ഫേവറേറ്റ് ക്രിസ്റ്റൽ പാലസ് ആവുകയാണ് ആ മാച്ചിൽ. മാച്ച് കാണുമ്പം ഫ്രം ദ കിക്ക് ഓഫ് നടത്തിയ മൊമെന്റ് തൊട്ട് ക്ലിയർലി വിസിബിൾ ആയിരുന്നു മാൻ യുണൈറ്റഡിന് ഒരു ഡ്രോ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നുള്ളൊരു വൈബ്. മാൻ യുണൈറ്റഡ് ഒരു ഡ്രോ കിട്ടിയാൽ ക്രിസ്റ്റൽ പാലസിന് കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നൊരു വൈബ് ഞാൻ ഫുട്ബോളിൽ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നെവർ എക്സ്പെക്റ്റഡ് ക്രിസ്റ്റൽ പാലസിന് അഗേൻസ്റ്റ് മാൻ യുണൈറ്റഡ് അഥവാ ക്രിസ്റ്റൽ പാലസ് യുണൈറ്റഡ് അങ്ങനെ ഒരു ഫേവറേറ്റ് ആയിട്ടൊരു മാച്ച് പോകുന്നു. ക്രിസ്റ്റൽ പാലസിൽ ഗ്ലാസ്നർ വന്നതിന് ശേഷം സ്റ്റാർട്ട് അധികം സൂപ്പർവല്ലായിരുന്നു. കുറേ ആളുകൾ നമുക്കറിയാം എപ്പോഴും സ്റ്റാർട്ടിന് ഒരു സമയം എടുക്കും. ഒരു ഫിലോസഫി റോയ് ഹെഡ്സണിൽ നിന്നും എക്സാക്ട്ലി ഡിഫറെൻറ്റ് ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒലീസിനും എസ്എയ്ക്കും കിട്ടിയ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റാണ് ഗ്ലാസർ കൊടുത്തൊരു കോച്ച് വന്നത്. അവർക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ലിങ്ക് പ്ലേയും ഇമ്പ്രൂവ്മെൻറ്റ്സും എല്ലാം കാണുന്നുണ്ട്. ശരിയാണ്, എല്ലാ മാച്ചും ജയിക്കുന്നുണ്ടെന്നല്ല, പക്ഷേ പിച്ചിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. പിച്ചിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. സോ പുള്ളി നെക്സ്റ്റ് സീസൺ നിന്നാൽ അവരെ പെട്ടെന്ന് ടോപ്പ് 6 കയറ്റുമെന്നില്ല, പക്ഷേ സ്റ്റൈൽ ഓഫ് പ്ലേ റിയലി അട്രാക്റ്റീവ് ആണ്. സോ മാൻ യുണൈറ്റഡ് കസമീറോയും എവൻസും സെൻട്രൽ ബാക്സ് ആയിട്ട് എന്നോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാൻ യുണൈറ്റഡിൻ്റെ സെൻട്രൽ ബാക്സ് ആയിട്ട് 2024 കസമീറോയും എവൻസും സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമായിരുന്നെങ്കിൽ ഞാൻ അവനെ ഈ എന്നെ ഫുട്ബോൾ കളി കാണുന്ന ഒരുത്തരാണ്, നീ എന്നെ ആളെ കളിയാക്കുവാണോ എന്ന് ചോദിക്കും. പക്ഷേ മാൻ യുണൈറ്റഡിൻ്റെ സെൻട്രൽ ബാക്കായിട്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് കസമീറോയും എവൻസും ആണ്. എവിടെ ഫെർഡിനാൻഡ് വിടിച്ച് നിന്ന് ഈ ഒരു അവസ്ഥയിലോട്ട് മാൻ യുണൈറ്റഡ് എത്തിയിരിക്കുകയാണ്. കസമീറോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇന്നലത്തെ മാച്ചിൽ ഏറ്റവും ഇൻവോൾവ് ആയി നിന്ന പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ക്രിസ്റ്റൽ പാലസ് 4-0 ജയിച്ചു. സോ ക്രിസ്റ്റൽ പാലസിൻ്റെ എസ് എ ആയിരിക്കും, ഒലീസ ആയിരിക്കും ഏറ്റവും ഇൻവോൾവ് ആയിരുന്നുള്ളൂ. അല്ല, ഇറ്റ് വാസ് കസമീറോ ആയിരുന്നു ഇന്നലെ ഗെയിമിൽ ഏറ്റവും ഇൻവോൾവ് ആയ പ്ലെയർ. പക്ഷേ ഇൻവോൾവ്മെൻറ്റ് കൂടുതലും ക്രിസ്റ്റൽ പാലസിന് ബെനിഫിറ്റ് ആയതേ ഉള്ളൂ. ഓഫ് സൈഡുകൾ, ഫൗളുകൾ, പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗോൾസിലുള്ള ടാക്കിൾസിലോട്ട് അങ്ങ് പോവാണ്. ഇന്ന് തന്നെ ഒരു അസിസ്റ്റ് പോലെയാണ് കസമീറോയുടെ ടാക്കിൾ അങ്ങ് പോയേക്കുവാണ്. ഇന്ന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഒപ്പോണൻറ്റിൻ്റെ അസിസ്റ്റ് പോലെ. കസമീറോ റയൽ മാഡ്രിഡ് റൈറ്റ് ടൈമിൽ സെല്ല് ചെയ്ത് 70 മില്യൺ കിട്ടി. മാൻ യുണൈറ്റഡിൻ്റെ 70 മില്യൺ പോയി കിട്ടി. ലാസ്റ്റ് സീസൺ സൂപ്പറായിട്ട് തന്നെ കളിച്ചു, ഇല്ലെന്നല്ല, കുറേ നല്ല പെർഫോമൻസുകൾ ഉണ്ടായത്. പക്ഷേ ദ ബെസ്റ്റ് തിങ് ഫോർ മാൻ യുണൈറ്റഡ് കസമീറോനെ എങ്ങനെയായാലും നെക്സ്റ്റ് സീസൺ ഒഴിവാക്കുക. മൂവ് ഓൺ ഫ്രം ദിസ് കസമീറോ, റാഫേൽ വരാൻ ആൻഡ് എറിക്സൺ ഒക്കെ ബ്രോ ഫുൾ 90 മിനിറ്റ്സ് കളിപ്പിക്കുക എറിക്സനെ. എറിക് ടെൻ ഹാഗ് എങ്ങോട്ടാണ് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ബ്രോ. ആൻ്റണിക്ക് പോരാ അമ്രബാദ് വരിക. മാൻ യുണൈറ്റഡ് ഫാൻസിനോട് എനിക്ക് പറയാനായിട്ടുള്ള ഇനി മിച്ചമുള്ള മാച്ചുകൾ നെക്സ്റ്റ് ആർസണൽ, അതായത് ന്യൂക്കാസിൽ, അതായത് ബ്രൈറ്റൺ എവേ. ന്യൂക്കാസിലും ആർസണലും ഹോമാണ്. ആൻഡ് സിറ്റിക്ക് അഗൈൻസ്റ്റ് FA കപ്പ് ഫൈനൽ. ഏറ്റവും ബെസ്റ്റ് തിങ് മാൻ യുണൈറ്റഡ് ഫാൻസിൽ, നിങ്ങളൊരു ലോല ഹൃദയനായ മാൻ യുണൈറ്റഡ് ഫാൻ ആണെങ്കിൽ ഒരു മാച്ചും കാണാതിരിക്കുക. ഈ 4 മാച്ചിൽ അത്യാവശ്യം നല്ല പോലെ തന്നെ കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും മാൻ യുണൈറ്റഡിൽ കാണുന്നുണ്ട്. ബെസ്റ്റ് തിങ് ആ TV അങ്ങോട്ട്, അഥവാ ഫോൺ അങ്ങോട്ട്, അല്ലെങ്കിൽ ലാപ്പ് അങ്ങോട്ട് ഓഫാക്കുക. ആ സമയത്ത് വേറെ ഏതെങ്കിലും മാച്ച് ഉണ്ടെങ്കിൽ അത് കയറി കാണുക, അല്ലെങ്കിൽ ഒരു സിനിമ ആ സമയത്ത് ഇരുന്ന് കാണുക. നിങ്ങളൊരു ലോല ഹൃദയനായ മാൻ യുണൈറ്റഡ് ഫാനാണ്. അതല്ല, നിങ്ങളെല്ലാം കണ്ടതാണ്. ഇതൊക്കെ ഇതിനപ്പുറം വന്നാലും നെഞ്ചും പിരിച്ച് നീരിടും. ഈ PP ശശി എന്ന് പറയുന്ന പോലെ നെഞ്ചും പിരിച്ച് നീരിടും ഈ മാൻ യുണൈറ്റഡ് ഫാൻ എന്ന് നിവർന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ്, കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ 4 മാച്ചസും കണ്ടോളൂ. ഹൈ ചാൻസ് 4 നല്ല പോലെ തന്നെ കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എസ്പെഷ്യലി കസമീറോയും ഒക്കെയാണ് സെൻട്രൽ ബാക്കായിട്ട് ഇനിയും കാണുന്നതെങ്കിൽ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എറിക് ടെൻ ഹാഗ് ഡ്രസ്സിംഗ് റൂം ലോസ് ആയി ബ്രോ. പോസ്റ്റ് മാച്ച് എറിക് ടെൻ ഹാഗ് ഇന്റർവ്യൂ കാണുവാണെങ്കിൽ ആർക്കും മനസ്സിലാവും എറിക് ടെൻ ഹാഗിൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സിംഗ് റൂം പോയി. ആൾ പ്രോബബിൾ ഇനി ബയൺ മ്യൂണിക് ജോബിലാണോ ഇനി ഫോക്കസ് കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. ആളുടെ കയ്യിൽ നിന്ന് ഡ്രസ്സിംഗ് റൂം പോയി. FA കപ്പ് ഫൈനൽ വിക്ടറി മാത്രമായിരിക്കും പ്രോബബിളി എറിക് ടെൻ ഹാഗിനെ രക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. അല്ല, ഇനി ബോർഡ് ബാക്ക് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഈവൻ ദോ മെജോറിറ്റി മാൻ യുണൈറ്റഡ് ഫാൻസ് സ്റ്റിൽ ട്രസ്റ്റ് എറിക് ടെൻ ഹാഗ്. മെജോറിറ്റി എന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു 50% അല്ലെങ്കിൽ ഒരു 40% ആളുകൾ ഇപ്പോഴും എറിക് ടെൻ ഹാഗിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രോ, എനിക്ക് എറിക് ടെൻ ഹാഗ് നിൽക്കുന്ന കാണാൻ സാധിക്കുന്നില്ല. എസ്പെഷ്യലി FA കപ്പ് ഫൈനലിലൂടെ നല്ലപോലെ തോറ്റാൽ, റിമൈനിങ് പ്രീമിയർ ലീഗ് ഫിക്ചേഴ്സ് തോറ്റാൽ ഈ 8ാം സ്ഥാനത്ത് നിന്ന് താഴോട്ടും പോവാം.
അയ്യോ എന്ത് പറയാനാണ് ബ്രോ, കോമഡിയാണ് മാൻ യുണൈറ്റഡിൻ്റെ കാര്യം. ആൻഡ് ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ കളിക്കുക, പിച്ചിലുള്ള പ്ലേയേഴ്സ് വെച്ച് ഇങ്ങനെ പെർഫോമൻസ് എടുക്കുക. എറിക് ടെൻ ഹാഗ് ഈക്വലി ഡിസർവിങ് ആണ് ബ്ലെയിം. അതുപോലെ തന്നെ പ്ലേയേഴ്സും ബ്രോ, ഈ മൗണ്ട്, കോബി മൈനോ. ഇപ്പം മൈനോയുടെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം മാൻ യുണൈറ്റഡ് ഫാൻസ് കുറേ പേര് ചോദിക്കുന്നു മൈനോ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല. നിങ്ങളുടെ സിംഗിൾ പേർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആൻസർ ആണ് മൈനോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല. മൈനോയോടൊപ്പം ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം. ഇപ്പോഴത്തെ കസമീറോ അല്ല, പ്രോബ്ലി യങ്ങർ വേർഷൻ ഓഫ് കസമീറോ പോലത്തെ ഒരു പ്ലെയറോ, അല്ലെങ്കിൽ ഹൂ നോസ് മേ ബി എ സുബിമെൻഡി പോലത്തെ പ്ലെയറോ, ക്യാൻ ഹോൾഡ് ദ ബോൾ, സിംഗിൾ പീരിയഡ് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ, അല്ലെങ്കിൽ ഈവൻ റൊനാനോ, എവർട്ടൻ്റെ റൊനാനോ, അങ്ങനത്തെ ഏതെങ്കിലും ആയിക്കോട്ടെ, എങ്ങനത്തെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒപ്പം വേണം മാനോടൊപ്പം. പിന്നെ എനിക്ക് പറയാനുള്ള മാൻ യുണൈറ്റഡ് അറ്റ് ഓൾ കോസ്റ്റ് അത്യാവശ്യം ക്രിയേറ്റിവിറ്റിയുള്ള, ബോൾ പ്ലേയിങ് അബിലിറ്റിയുള്ള, അത്യാവശ്യം പ്രസ് റെസിസ്റ്റൻ്റ് ആയ ഒരു മിഡ്ഫീൽഡറിനെ മസ്റ്റായിട്ടും വാങ്ങിച്ചിരിക്കണം. സോ നമ്മൾ പറയത്തില്ല ട്രഡീഷണൽ നമ്പർ 10 നല്ല ഒരു മോഡേൺ നമ്പർ 10 റോൾ കളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാണ്, ആളെ കിട്ടുമെന്നല്ല, യൂലിയൻ ബ്രാൻഡ് പോലത്തേക്ക് ഒരു പ്ലെയർ, മേ ബി വൈഡ് ഏരിയാസിനും യൂട്ടിലൈസ് ചെയ്യാം, സെൻട്രൽ ഏരിയാസിനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന യൂലിയൻ ബ്രാൻഡ് പോലത്തെ എക്സ്ട്രീം ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു പ്ലെയർ. സോ യൂലിയൻ ബ്രാൻഡ് ഇഞ്ചറി പ്രോൺ ആണ്, ഇഷ്യൂസ് ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു പ്ലെയർ മനസ്സിലായി കാണുമല്ലോ. സോ അങ്ങനത്തെ ഒരു സൈനിങ് മസ്റ്റാണ് യുണൈറ്റഡ്. ആൻഡ് സ്ക്വാഡിൽ അടിച്ചു പണികൾ വേണം, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. സോ യുണൈറ്റഡ് മാച്ചിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. 4-0 ഒരു തോൽവി സർപ്രൈസ് ആണോ ചോദിച്ചാൽ അല്ല. മാൻ യുണൈറ്റഡ് 13ാമത്തെ തോൽവിയാണ് ഈ ഒരു സീസണിൽ, അല്ലേ, റെക്കോർഡാണ്. ആൻഡ് ഒന്നും പറയില്ല, ഞാൻ സർപ്രൈസ്ഡ് അല്ല. മാൻ യുണൈറ്റഡ് 4-0 ക്രിസ്റ്റൽ പാലസിനോട് തോക്കുന്നതിൽ പ്രോബബ്ലി സർപ്രൈസ് ആവേണ്ടതാണല്ലേ. ആരാണല്ലോ യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസിനോട് 4-0 ക്രിസ്റ്റൽ പാലസിനോട് തോക്കുന്നു, അയ്യോ സർപ്രൈസ് ആവണം. അല്ല, ഐ എം നോട്ട് സർപ്രൈസ്. എനിക്ക് 100% ഉറപ്പാണ് മാൻ യുണൈറ്റഡ് ഫാനും സർപ്രൈസ്ഡും ആയിരിക്കത്തില്ല. 4-0 ക്രിസ്റ്റൽ പാലസിനോട് ഒരു ടീം സർപ്രൈസ്ഡ് ആയിരിക്കില്ല. ബേൺലിക്ക് അഗേൻസ്റ്റ് ഷെഫീൽഡ് അഗേൻസ്റ്റ് ഉള്ള റീസെന്റ് പെർഫോമൻസുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ക്രിസ്റ്റൽ പാലസ് അവരെക്കാളും ടോപ്പ് ഇരിക്കുന്ന ഒരു ടീമിന് അഗേൻസ്റ്റ് ഇനിയും വരാൻ പോകുന്ന ഇതിനേക്കാളും ടോപ്പ് ഇരിക്കുന്ന 3 ടീമാണ്. എന്താവും നമുക്ക് കണ്ടുനോക്കാം. സോ അവിടെ നിന്ന് നേരെ നമ്മൾ പ്രിവ്യൂലോട്ട് കിടക്കുകയാണ്. ബൊറുസിയ ഡോർട്ട്മുണ്ട് വേഴ്സസ് PSG വേഴ്സസ് ഡോർട്ട്മുണ്ട്, എവേ മാച്ച് ഫോർ ഡോർട്ട്മുണ്ട്. പാർക്ക് ഡി ഫ്രാൻസിൽ ഇന്ന് അറ്റ്മോസ്ഫിയർ കളറാക്കുമെന്നാണ് കേൾക്കുന്നത്. ഇപ്പം PSG ആണെങ്കിൽ അവരുടെ ഏതോ ഒരു ഗ്രൂപ്പ് സ്റ്റേഡിയത്തിൽ നിന്ന് ബാൻ ചെയ്ത ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവന്മാരെ അങ്ങനെ ബാൻ മാറ്റി സ്റ്റേഡിയത്തിൽ കയറ്റുകയാണ്, അറ്റ്മോസ്ഫിയർ പക്കയാക്കുകയാണ്. ആൻഡ് ഇന്നത്തെ മാച്ച് ജയിക്കുകയാണെങ്കിൽ പിച്ച് ഇൻവേഡ് ചെയ്യാനായിട്ട് വരെ ക്ലബ്ബുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നതെന്ന് ചില PSG സോഴ്സുകൾ, അതായത് PSG ബേസ്ഡ് മീഡിയാസിലൊക്കെ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അതായത് ക്ലബ് ഡെലിഗേറ്റ്സുമായിട്ട്, ക്ലബിൻ്റെ അതോറിറ്റീസുമായിട്ട് ഈ ഫാൻ ബേസ് ഡിസ്കസ് ചെയ്യുകയാണ്. അതായത് മാച്ച് ജയിക്കുകയാണെങ്കിൽ, ഫൈനലിലോട്ട് കിടക്കുകയാണെങ്കിൽ പിച്ച് ഇൻവേഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പ്രീ പ്ലാനിങ് നടത്തുന്നതൊക്കെ ആയിട്ട് റൂമേഴ്സ് ഉണ്ട്. ചില PSG സ്ട്രീംസിലൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയാനുള്ള കാര്യം, ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോൾ ഡോർട്ട്മുണ്ട് ലാസ്റ്റ് മാച്ചിൽ ജയിച്ചു, റിയൂസിൻ്റെ 2 അസിസ്റ്റും ഒരു ഗോളും ഒക്കെ കണ്ടു. പക്ഷേ ഡോർട്ട്മുണ്ട് നമുക്കറിയാം ഒരു മെയിൻ പ്ലേയേഴ്സിനെല്ലാം അത്യാവശ്യം റെസ്റ്റ് കൊടുത്തു. തന്നെയാണ് ലാസ്റ്റ് മാച്ച് ഒരു സെക്കൻഡ് 11 പോലെയാണ് ഇറക്കിയത്. അപ്പുറത്ത് PSG ലാസ്റ്റ് കളിച്ച മാച്ച് ഡോർട്ട്മുണ്ട് അഗേൻസ്റ്റ് ഫസ്റ്റിലേക്കാണ്. ഈ ആഴ്ച അവർ കളിച്ചിട്ടില്ല, അവർ പ്രോപ്പർ റെസ്റ്റ് കിട്ടിയാണ് അവർ വരുന്നത്. സോ പ്രോബ്ലി ഫ്രഷർ പ്ലേയേഴ്സ് PSG-ക്കാണ്. പക്ഷേ എന്നാലും നമ്മൾ അപ്പുറത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം ലൂക്കാസ് ഹെർണാണ്ടസിൻ്റെ ഒരു ACL ഇഞ്ചറിയാണ് ഈ സീസൺ പോയി. സോ ബെറാൾഡോ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ആണ് കാണുന്നത്. ഇപ്പം കഴിഞ്ഞ കളിയിൽ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ട് ബെറാൾഡോ മോശം പെർഫോമൻസ് ആയിരുന്നെങ്കിലും സ്ക്രീനിയറിനെ ഒട്ടും ട്രസ്റ്റ് ചെയ്യുന്നില്ല. 100% സ്ക്രീനിയറിനെ ലൂയിസ് എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നിയില്ല. ബെറാൾഡോയ്ക്ക് തന്നെ ആ ഒരു അവസരം കിട്ടുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ PSG-യിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്ന് പ്രോബബ്ലി ഗോൺസാലോ റോമസോ കോളോ മുവാനിയോ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. ബർക്കോള ബെഞ്ചിൽ പോകുമെന്നും, കിലിയൻ എംബാപ്പെ ആളുടെ നാച്ചുറൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും, ഡെംബലെ ത്രൂ ദ റൈറ്റ്, സെൻട്രൽ ഏരിയാസിലൂടെ കോളോമാനിയോ അല്ലെങ്കിൽ ഗോൺസാലോ റോമസോ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നല്ലൊരു സ്ട്രോങ് റൂമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് കേൾക്കുന്ന മറ്റൊരു കാര്യം, മിഡ്ഫീൽഡിൽ ഫാബിയൻ റൂയിസിൻ്റെ സ്ഥാനത്ത് കാംഗ്ലീനെ പുള്ളി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ പുള്ളി എക്സ്ട്രാ അഗ്രസീവ്ലി അറ്റാക്കിന് പോകാനായിട്ട് റെഡി ആവുമെന്ന് കേൾക്കുന്നു. ഇപ്പം ബൊറുസിയ ഡോർട്ട്മുണ്ടിന് ഡിഫെൻസീവ്ലി നല്ല റെക്കോർഡാണ്, ചാമ്പ്യൻസ് ലീഗിലുള്ളതെങ്കിലും ലീഗിൽ അവർ വൾണറബിളാണ്. സോ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് അവരുടെ ചാമ്പ്യൻസ് ലീഗ് ഫോമും ലീഗ് ഫോമും ഡിഫെൻസീവ്ലി. സോ മേ ബി അവരെ വൾണറബിൾ ആക്കാനായിട്ട് ഒരു എവേ മാച്ച് ഫിക്സ്ചർ, എനിക്കൊന്ന് പാർക്ക് ഡി ഫ്രാൻസിൽ വന്ന് ഇതുവരെ ബൊറുസിയ ഡോർട്ട്മുണ്ട് ജയിച്ചിട്ടില്ല, അങ്ങനെ എന്തോ റെക്കോർഡുണ്ട്. സോ അതിനകത്ത് തന്നെ ഇന്നത്തെ മാച്ചിൽ ഡെംബലേനെ ആ ഒരു മിഡ്ഫീൽഡ് ആ ഒരു നമ്പർ 10 റോളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മേ ബി ബർക്കോളേനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ യൂസ് ചെയ്യുക, എംബാപ്പെ ത്രൂ ദ ലെഫ്റ്റ് ആൻഡ് ഗോൺസാലോ റോമസോ ത്രൂ ദ സെൻറ്റർ. ഒരു എക്സ്ട്രാ അഗ്രസീവ് അറ്റാക്കിംഗ് ലെവലിലോട്ട് പോകുമെന്ന് കേൾക്കുന്നുണ്ട്. കാംഗ്ലീനോ ഫാബിയൻ റൂയിസിനോ സ്റ്റാർട്ട് ചെയ്യാതെ അങ്ങനെയും പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ലൂയിസ് എൻട്രിക്കാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ആൾ എന്ത് ചിന്തിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ തിങ്ക് പുള്ളി 3-man മിഡ്ഫീൽഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഡെംബലെ റൈറ്റ്, ലെഫ്റ്റിൽ എംബാപ്പെ ത്രൂ ദ സെൻറ്റർ. ലാസ്റ്റ് മാച്ച് വേസ്റ്റ് ആയിരുന്നു. സോ ആൻഡ് സെൻട്രൽ ഏരിയാസിലൂടെ റാമോസോ കോളോമോനിയോ.
അതുപോലെ തന്നെ എടുത്ത് എനിക്ക് തോന്നുന്നത് കാങ്ലി ഫാബിയൻ റൂയിസിൻ്റെ സ്ഥാനത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല. അപ്പുറത്ത് വിറ്റീന, സായർ എമറി, പിന്നെ ന്യൂനോ മെൻഡസ്. ഇപ്പോൾ ലാസ്റ്റ് മാച്ച് സാൻജോനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടാണ് ന്യൂനോ മെൻഡസിനെ തേർഡ് സെൻറ്റർ ബാക്ക് ആയിട്ട്, അതായത് അദ്ദേഹത്തിന് ഫുൾ ഫ്രീ ഫ്ലോയിങ് റോളിൽ വിട്ടില്ല. സാൻജോ എന്ന് പറയുന്ന ഒരു ബിഗ് ത്രെട്ട് അവിടെ ഉള്ളതിനകത്ത് തന്നെ. സോ ആളധികം കംഫർട്ടബിൾ, ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ആ റോളിൽ. സോ മേ ബി പാർട്ടി ബ്രാഞ്ചിലായതുകൊണ്ട് ആൾക്കൊരു എക്സ്ട്രാ ഫ്രീഡം കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. സാൻജോ ഗെയിൻസ് റിസ്ക് എടുക്കാൻ റെഡിയാവുമോ എന്നൊക്കെ കണ്ടു നോക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ബോറുസിയ ഡോർട്ട്മുണ്ടിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. റെയർസന്റെ ഇഞ്ചുറി കൺസേണിങ് ആണെന്ന് കേൾക്കുന്നുണ്ട്. ആൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. സോ വൂൾഫ് മേ ബി ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യം, ആഡിയമി ഇപ്പം ലാസ്റ്റ് മാച്ചിൽ ഇറങ്ങിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടോ മറ്റൊക്കെയാണ് ഇറങ്ങിയിട്ട് ചെറിയൊരു ഞോക്ക് കിട്ടിപ്പോയത്. സോ ആൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റ് ഇഞ്ചുറി കാരണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൾ 100% ആയിരിക്കത്തില്ലായിരുന്നു. ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ ആഡിയമി ഫുൾ 100% ആയിരിക്കത്തില്ല സ്റ്റാർട്ട് ചെയ്യുക. കണ്ടു നോക്കാം. അവിടെ ചെറിയ കൺസേണിങ് ആണ് ഈ രണ്ട് പ്ലേയേഴ്സിൻ്റെ. എസ്പെഷ്യലി റയർസം മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. വൂൾഫ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. ആഡിയമി സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യം നോക്കിയാണ്. ആഡിയമി സ്റ്റാർട്ട് ചെയ്യുന്നത് ഹ്യൂജ് ബൂസ്റ്റ് ആയിരിക്കും. അഥവാ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ യൂലിയൻ ബ്രാൻഡ് വൈഡിൽ പോയിട്ട് മാർക്കോ റിയൂസിനെ മേ ബി ലാസ്റ്റ് മാച്ചിൻ്റെ പെർഫോമൻസ് കൊണ്ട് മാർക്കോ റിയൂസിനെ മേ ബി യൂലിയൻ ബ്രാൻഡ് ആ ഒരു നമ്പർ 10 ആ ഒരു സെൻട്രൽ ഏരിയാസിൽ യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. എന്തായാലും ആഡിയമി സ്റ്റാർട്ട് ചെയ്യാൻ ഫിറ്റ് അല്ലെങ്കിൽ മാലനായിരിക്കത്തില്ല. മേ ബി ബ്രാൻഡ് വൈഡിൽ പോയിട്ട് റിയൂസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സ്ട്രോങ് റൂമേഴ്സ് ഉള്ളത്. എന്താവും നമുക്ക് കണ്ടു നോക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ആഡിയമി മിക്കവാറും പുള്ളി സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് 11 നിന്നും സെയിം 11 പോകും. റയർസം ഫിറ്റ് അല്ല എന്ന് കേൾക്കുന്നു. അതിനകത്ത് വൂൾഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആര് പോകണമെന്നാണ് ആഗ്രഹം ചോദിച്ചാൽ ഞാൻ ഒബ്വിയസ്ലി പറയും ബൊറുസിയ ഡോർട്ട്മുണ്ട്. മെയിൻ റീസൺ ഡോർട്ട്മുണ്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടർ PSG വരുന്നു. പിന്നെ 2 മാർക്കോ റിയൂസ് പ്രോബ്ലി ഹിസ് ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് മാച്ച് തന്നെ ആയെന്ന് വരാം. ഇത് ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് മാച്ച് ഫോർ ഡോർട്ട്മുണ്ട് ആയെന്ന് വരാം. അതായത് ഇവൻ പ്രോബ്ലി ഹിസ് ലാസ്റ്റ് എവർ ചാമ്പ്യൻസ് ലീഗ് മാച്ച് ആയെന്ന് വരാം. കാരണം ഇനി പുള്ളി പോകാൻ പോകുന്ന പുള്ളിയായിട്ട് ലിങ്ക് കാണുന്ന MLS, പിന്നെ പ്രോബ്ലി മൊച്ചൻഗ്ലാഡ്ബാഗ്, പിന്നെ ഓസ്ട്രേലിയ ഏതോ ക്ലബ്ബായിട്ടൊക്കെ ലിങ്ക് ആണ്. സോ അങ്ങനെയൊക്കെ കുറച്ച് ഇതേ കണ്ടുള്ളൂ. സോ അതിനകത്ത് തന്നെ പുള്ളി നെക്സ്റ്റ് മൂവി നടത്താൻ പോകുന്ന ഒരു ചാമ്പ്യൻസ് ലീഗ് ക്ലബിലോട്ടാണെന്ന് യാതൊരു ഉറപ്പുമില്ല. നമുക്ക് നോക്കാം എന്താവും. എന്തായാലും മാർക്കോ റിയൂസ് ഫൈനലിൽ എങ്ങനെയാണ് ഡോർട്ട്മുണ്ട് എത്തുക, ഫൈനലിൽ എത്തിയിട്ട് കളി എന്തും ആവാം. പക്ഷേ ഫൈനലിൽ ഡോർട്ട്മുണ്ട് കയറുന്ന കാണാനാണ് എനിക്കാഗ്രഹം. എന്നോട് പേഴ്സൺ ചോദിക്കാനാണ്. പക്ഷേ ചിന്തിക്കുമ്പം PSG കടക്കുമെന്നാണ് തോന്നുന്നത്. PSG ഹോം മാച്ച് ലൂച്ചോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈസ് റിയലി എ ഗുഡ് കോച്ച് ബ്രോ. എനിക്ക് തോന്നുന്നു ലൂച്ചോയുടെ ചില മാസ്റ്റർ പ്ലാനുകൾ നമ്മളിന്ന് കാണും. ഇന്ന് PSG കമ്പാക്ക് നടത്താനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. ബട്ട് ഐ വാണ്ട് ഡോർട്ട്മുണ്ട് ഗോ ത്രൂ. ഡോർട്ട്മുണ്ട് പോയി ഡോർട്ട്മുണ്ട് കപ്പടിക്കുന്നതാണ് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ PSG കടക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതാണ് കണ്ടിടത്തോളം തോന്നുന്നത്. അതിന് ഇന്നത്തെ മാച്ചിൽ കീ ബാറ്റിൽസ് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ നമ്മൾ കണ്ട പോലെ സാൻജോനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുമെന്നുള്ളത് ഹ്യൂജ് ത്രെട്ടായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ എടുത്തു കേൾക്കേണ്ട കാര്യം ഇന്ന് എംബാപ്പെ മാസ്റ്റർ ക്ലാസ്. ഇന്ന് എംബാപ്പെ മാസ്റ്റർ ക്ലാസ് ആണെങ്കിൽ മേ ബി ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി തീർന്നെന്ന് വരാം. 100% ഉറപ്പാണ്. ഡെമ്പല്ലേ ആയിരിക്കും അവരുടെ അറ്റാക്സ് എല്ലാം ഇനിഷ്യേറ്റ് ചെയ്യുന്ന പോകുന്ന ഡെമ്പല്ലേ ആയിരിക്കും. നമുക്ക് കണ്ടു നോക്കാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു യൂലിയൻ ബ്രാൻഡ് പ്രോബബ്ലി ഹാസ് ടു പ്ലേ കീ റോൾ ഇന്നത്തെ മാച്ചിൽ. ഈവൻ സാൻജോനേക്കാളും കീ ആയിരിക്കുക ഇന്ന് യൂലിയൻ ബ്രാൻഡ് ആണെന്ന് എനിക്ക് ആവുമെന്ന് പേഴ്സണലി ഒരു തോന്നൽ. അതുപോലെ എമറെ ചാനും സബിച്ചറും ദർ ബെസ്റ്റ് കാണിക്കണം. ഇപ്പോൾ ലാസ്റ്റ് മാച്ച് കുഴപ്പമില്ലായിരുന്നു. ബട്ട് അവർ എക്സാക്ട്ലി ബെസ്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ആയിരുന്നു എന്ന് പറയത്തില്ല. സബിച്ചർ എമറെ ചാൻ അവിടെ അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റും ഇന്നത്തെ മാച്ച്. ആൻഡ് ഹേർട്ട് ചെയ്യണം. ഫുൾക്കർക്ക് ചാൻസുകൾ എടുത്തേ പറ്റും. ഈ അഗൈൻസ്റ്റ് PSG പാർക്ക് ഡി ബ്രാൻസിൽ വളരെ ലിമിറ്റഡ് ചാൻസസ് ആയിരിക്കും കിട്ടുക. ഡിഫെൻസീവ്ലി വൾണറബിൾ ആണ് PSG. അതുപോലെയാണ് അറ്റാക്കിന് അവർ സൂപ്പർബുമാണ്. ഇപ്പുറത്ത് നിങ്ങളുടെ ടീമും ഡിഫെൻസീവ്ലി വൾണറബിൾ ആണ്. ഇപ്പോൾ ലീഗ് ഫോം വെച്ച് ചാമ്പ്യൻസ് ലീഗിൽ ഞാൻ പറയുന്നില്ല. അതിനാൽ തന്നെ അറ്റ് ഓൾ കോസ്റ്റ് ഫുൾക്കുറുക്കിന് കിട്ടുന്ന ഹാഫ് ചാൻസസ് ആണെങ്കിൽ പോലും കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. ഫസ്റ്റ് ലെഗിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ഗോൾ മാർജിനിൽ അതായത് ഒരു 3 ഗോൾ അടിച്ച് ലീഡ് എടുത്ത് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഫുൾക്കുറുക്ക് കുറച്ചുകൂടെ ഇതായിരുന്നെങ്കിൽ. സോ സെക്കൻഡ് ലെഗിൽ വരുമ്പോൾ ഫുൾക്കുറുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതായത് യാതൊരു ഡൗട്ടും ഇല്ല. സ്റ്റാർട്ട് ചെയ്യണം. അവരുടെ ഡിഫൻഡേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കണം. സോ ചാൻസുകൾ കൺവേർട്ട് ചെയ്തേ പറ്റൂ. ആൻഡ് സാൻജോ, യൂലിയൻ ബ്രാൻഡ് അവരുടെ ക്രിയേറ്റിവിറ്റി പ്രതീക്ഷിക്കുന്നു. ഫുൾക്കുറുക്കിൻ്റെ ഫിനിഷിംഗ് കൂടെ വന്നാൽ എന്തും സംഭവിക്കാം. സോ മേ ബി നാളത്തെ മാച്ച് ഒന്നെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ, ഇന്ന് ടെക്നിക്കലി പറയാനാണ് യൂറോപ്പിൻ്റെ ഇന്ന് നമുക്ക് നാളെ വെളുപ്പിന് വരുന്ന മാച്ച് പ്രോബ്ലി ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി തീർന്നെന്ന് വരാം. PSG എടുത്തുകൊണ്ട് പോയെന്ന് വരാം. സോ എന്തും സംഭവിക്കാം. എന്തായാലും ഞാൻ ടൈറ്റ് മാച്ച് പ്രതീക്ഷിക്കുന്നു. ബൊറുസിയ പിടിച്ച് നിൽക്കും. ലാസ്റ്റ് മൊമെൻറ്റ് വരെ പിടിച്ച് നിൽക്കും. ഒരു മിറക്കിൾ മൊമെൻറ്റ് ഫ്രം യൂലിയൻ ബ്രാൻഡ് ഓർ ജെയ്ഡൻ സാൻജോ. ബൊറുസിയ ഡോർട്ട്മുണ്ട് ഫൈനലി കയറണം എന്നാണ് ആഗ്രഹം.
നോക്കാം എന്താവും, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാതെ ബൈ.